നോക്കുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ പോയാൽ, ഹദീസ് സ്വഹീഹാൻ, നമ്മുടെ ആലിമീങ്ങളെ ഹദീസ് എടുത്ത് ചർച്ച ചെയ്തു. ഒരു കൈരേഖ നോക്കുന്ന ഒരാൾ പറയും, വര കണ്ടിട്ട് ഞാൻ പറയാം എത്ര ആയുസുണ്ട്, ഈ രേഖ നോക്കിയിട്ട് ഞാൻ പറയാം, ഭാവി പറയാം, ഭൂതം പറയാം എന്നാരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ അവരെടുത്ത് പോയി പൈസ കൊടുത്തു, എന്റെ കൈ ഒന്ന് നോക്കിക്കേ, വെറുതെ ഒന്ന് നോക്കിപ്പിച്ചു. അല്ലെങ്കിൽ രാശി നോക്കിയിട്ട് നിങ്ങളുടെ ഭാവിയും ഭൂതവും പ്രവചിക്കുന്ന പറയുന്ന ആളുകള് അവരെ നിങ്ങൾ സമീപിക്കുകയും അയാള് പറയുന്നതാണ് സംഭവിക്കുന്നത്, ഇയാള് പറഞ്ഞ പോലെ എന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, ഹബീബായ നബിക്ക് അല്ലാഹു ഇറക്കിയ, എനിക്ക് അല്ലാഹു ഇറക്കി തന്ന തൗഹീദിന്റെ ഈ ഇസ്ലാമിൽ നിന്ന് അവർ കാഫിറായിരിക്കുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാൻ. അൽ ഖാദിറുൽ മുഖ്തദിർ, ഖളാഉം ഖദറും എന്ന് പറഞ്ഞത് ഈമാൻ കാര്യത്തിൽപ്പെട്ടതാ. ഈമാൻ കാര്യത്തിലെ അവസാനത്തെ റുക്ൻ എന്താണ്? അൽ ഈമാനു ബിൽ ഖളാഇ വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ആകാശത്ത് എവിടെയോ കിടക്കുന്ന ഒരു നക്ഷത്രവും നിങ്ങളുടെ ഭാവി നിയന്ത്രിക്കുന്നില്ല. നിങ്ങളുടെ കൈരേഖയോ നിങ്ങളുടെ രാശിയോ ഒന്നുമേ നിങ്ങളുടെ ഖദറും ഖളാഉം നിശ്ചയിക്കുന്നതല്ല. ആരാ നിശ്ചയിക്കുന്നത്? അല്ലാഹു ജല്ല ജലാലുഹു. ഇത് വിശ്വസിച്ചാലല്ലേ മുഅ്മിനാവുള്ളൂ, ഇത് വിശ്വസിച്ചാലല്ലേ ഈമാൻ കാര്യം പൂർത്തിയാവുള്ളൂ. അതിന് വിരുദ്ധമല്ലേ ഇത്? ഹോറോസ്കോപ്പ് എന്ന് പറയും, അല്ലെങ്കിൽ ആസ്ട്രോളജി എന്ന് പറയും. രാശി നോക്കുക ഹറാമാണ്.